എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഭയങ്കര മഴക്കാറായതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് എടുക്കുക കേട്ടോ. വെളിച്ചത്തിൻ്റെ ഭയങ്കര കഷ്ടപ്പാട്, ബുദ്ധിമുട്ടാണ്. ലൈറ്റ് ചിലപ്പോൾ വരും, ലൈറ്റ് ചിലപ്പോൾ പോകും വരും, അങ്ങനെയൊക്കെ ഇരിക്കണു. ജനലിൻ്റെ അടുത്തിരുന്നാലും അതിൻ്റെ ഗ്ലേസിങ് കണ്ണിലടിക്കണമായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കണ്ണിൽ കൂടെ എൻ്റെ ജനലും എൻ്റെ അങ്ങേ വീട്ടിലെ പറമ്പ് വരെ കാണാൻ പറ്റും. അത് കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് എടുക്കുക കേട്ടോ. ഒന്ന് ക്ഷമിച്ചേക്കും ഏതായാലും ഒന്ന്. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ കുക്കറിൽ അടുപ്പത്ത് പരിപ്പ് വേവിക്കാൻ വെച്ചേക്കാണ് കേട്ടോ. ഞാൻ കുക്കർ എനിക്ക് എന്തോ ഒരു പണിമുടക്ക് പോലെ തോന്നുന്നുണ്ട്. അതിൻ്റെ വിസിൽ വരണ ശരിയാവണില്ല, അതിൻ്റെ സ്റ്റീം വേറൊരു വഴി കൂടെ പോണു. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ അടുത്ത് പോയി നിന്നില്ല. എൻ്റെ ഉള്ളിലൊരു പേടി എന്താണെന്നറിയില്ല. ഞാൻ അതുകൊണ്ട് ഇവിടെ നിൽക്കുക റെഡിയായിട്ട് സത്യം പറഞ്ഞ് ഓടാൻ പാകത്തിന് നിൽക്കുകയാണ്. ചേട്ടനാണെങ്കിൽ ഇവിടെ ഇല്ല തരും. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഞാൻ നല്ലൊരു ഉള്ളിലൊരു പേടി എന്തോ കുക്കർ ഇങ്ങനെ നമ്മൾ പേപ്പറിലൊക്കെ കാണൂലേ, കുക്കർ പൊട്ടി തെറിച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ വേണ്ട, അധികം ഇത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ പോയി നിൽക്കാത്തത്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മൈൻഡൊന്നും മാറിക്കോളൂല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പിന്നെ എന്തുണ്ട് വിശേഷം? പിന്നെ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായില്ല, ഒരു 10 ദിവസം മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിരുന്നു. ഞാനൊരു സംഭവം പറയാം, ഒരു കാര്യം പറയാം, നടക്കുമെന്ന് നോക്കട്ടെ എന്നിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ ഒരാൾ കമൻറ്റ് ചോദിച്ചിരുന്നു, അതിൻ്റെ ഒരു ക്ലൂ എങ്കിലും പറഞ്ഞു കൂടെയെന്ന്. ഒന്നുമില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ നടന്നില്ല. അത് പറഞ്ഞാൽ മതിയല്ലോ, ആദ്യം അത് തന്നെ പറഞ്ഞേക്കാം. അത് ഞാൻ വളച്ചൊടിച്ച് ചുറ്റി കറങ്ങിയൊന്നും പറയാൻ പോകുന്നില്ല, നടന്നില്ല, അത്ര തന്നെ. അത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞില്ലേ 12 എന്ന് എഴുതി കഴിഞ്ഞാൽ സംഭവം നടക്കുന്നു. ഇപ്പോൾ യൂട്യൂബിലൊരു തരംഗമല്ലേ അത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 12 എന്ന് എൻ്റെ പേരെല്ലാം എഴുതി. അത് 21 ദിവസമാണ് എഴുതാൻ പറഞ്ഞിരുന്നത്. ഞാൻ 5 ദിവസം 6 ദിവസം ഒക്കെ മറന്നു പോവാതെ രാവിലെ 6 മണിക്ക് അത് എഴുതി കഴിഞ്ഞിട്ട് അരമണിക്കൂർ വെച്ചുകൊണ്ടിരിക്കണം. നനയാനൊന്നും പാടില്ല, പ്രാർത്ഥിക്കണം, നമുക്ക് എന്താണോ വേണ്ടത് അത് പ്രാർത്ഥിക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള ജോലി ചെയ്യുന്നല്ലേ. ഇതൊക്കെ ചെയ്തു കേട്ടോ. 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസമായപ്പോൾ ഞാൻ മറന്നുപോയി. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ മതിയല്ലോ, ഉറങ്ങിപ്പോയപ്പോൾ ഒരു ദിവസത്തെ പോയില്ലേ. സത്യത്തിൽ എന്താ പറ്റിയറിയോ, വൈകുന്നേരം 6 മണി വരെ 7 മണി വരെ എഴുതാം. പക്ഷെ ഞാൻ വൈകുന്നേരവും മറന്നുപോയി എന്ന് പറയുമ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പായി ആ കാര്യം തൽക്കാലം 21 ദിവസം കൊണ്ട് തീരുമെന്ന് തോന്നണമില്ല, സംഗതി നടക്കും തോന്നണില്ല. ഇപ്പോൾ ലൈറ്റ് വന്നു കേട്ടോ. ഞാൻ അവിടെ പോയി എൻ്റെ പഴയ സീറ്റിൽ തന്നെ ഇരിക്കട്ടെ, എന്നാലാണ് എനിക്ക് പറയാനുള്ള ഒരു സുഖമുള്ളൂ. ഏതായാലും അവസരം ഞാൻ കളയില്ല, ഇനി ശ്രമിക്കും. ഒന്ന് പരാജയപ്പെട്ടു എന്ന് കരുതി ഞാൻ അങ്ങ് തളർന്നു പോകണവളല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, മഴയൊക്കെ ആയിട്ട്. മഴ എന്താ പറയുക, എല്ലാവർക്കും അത് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അകത്തിരിക്കുമ്പോഴേ നമുക്കൊരു എന്താ പറയുക, ഒന്ന് പുറത്ത് ഇങ്ങനെ മഴ കാരണം ഇങ്ങനെ ഒരു ചടഞ്ഞു കൂടി ഇരിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉള്ളതല്ലേ. പക്ഷെ നമ്മൾ ലേഡീസിന് ഇതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ വീടിനകത്ത് രാത്രിയായാലും പകലായാലും അല്ല തണുപ്പായാലും ചൂടായാലും നമുക്ക് നമ്മുടെ പണികൾ ചെയ്തേ പറ്റൂല്ലേ. അപ്പോൾ പുറത്ത് ജോലിക്ക് പോകുന്നവർ ഓക്കെ, അവരൊക്കെ ജോലിക്ക് പോകാത്തവർക്കൊക്കെ സുഖമായിട്ട് വീട്ടിൽ കിടന്ന് പുതച്ച് മൂടി കിടന്നുറങ്ങാനും ഒക്കെ സൗകര്യമായിരിക്കും. കുട്ടികൾക്കാണെങ്കിലും അതെ. എന്നാലും അതൊരു രസമല്ലേ, നമ്മളുടെ ജീവിതമല്ലേ, നമുക്കിങ്ങനെയൊക്കെയല്ലേ. ചിലപ്പോൾ നമുക്ക് തോന്നൂലേ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ. ചിലർ നല്ല അടിച്ച് പൊളിച്ച് ഒരു മഴ പെയ്താൽ അല്ലെങ്കിൽ പുറമേ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തേക്ക് പോവുക, മഴയത്ത് പോകാനാട്ടോ ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം എല്ലാവർക്കും വണ്ടി ഉണ്ടല്ലോ, വണ്ടി വെച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ. പക്ഷെ അപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇതൊന്നും പറ്റണില്ലല്ലോ എന്ന്. അങ്ങനെ തോന്നരുത് കേട്ടോ, അങ്ങനെ തോന്നരുതെന്ന് പറയുന്നത് നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടാണ് നമുക്ക് കിട്ടാത്തത്. അത് നമ്മൾ ചിന്തിക്കുക. നമ്മൾക്ക് നമ്മളുടെ ഓരോ അവസരങ്ങൾ നമ്മൾ തന്നെ കളയായിരിക്കും. കാരണം നമുക്ക് ചിലപ്പോൾ അവസരങ്ങളൊക്കെ വരുന്നുണ്ടാവും, ആ അവസരങ്ങൾ നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കാത്തതിൻ്റെയാണ് നമുക്കിടെ ഈ നിരാശ വരുന്നത്. കാരണം നമുക്കിങ്ങനെയൊക്കെ തോന്നാൻ കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ചില അനുഭവങ്ങളായിരിക്കും അല്ലേ. ഇപ്പോൾ അമ്മായിയമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ നാത്തൂനുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓരോ വിഷമങ്ങൾ തരുന്ന ഓരോ വാക്കുകളൊക്കെ ആയിരിക്കും പറയുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു സങ്കടം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ മറ്റുള്ളവർ നല്ല ഇതായിട്ട് ജീവിക്കണ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും എന്തിനു ജീവിക്കണം, എന്തിനു വേണ്ടി, എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കണില്ല, പിന്നെ എന്തിങ്ങനെ ജീവിക്കണം തോന്നൂല്ലേ. പക്ഷെ അങ്ങനെയാണോ വേണ്ടത്? കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ അതൊരു വഴിക്ക്, ജീവിതം മറ്റൊരു വഴിക്ക്. അങ്ങനെ ആയാൽ ശരിയാവില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തുകയും വേണം, എന്നാൽ നമ്മുടെ ജീവിതവും നമ്മൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം നമ്മൾ ഒരു സ്ത്രീ, അതായത് ഒരു വീട്ടമ്മയാണ് ആ കുടുംബത്തിൻ്റെ എല്ലാം എന്നുള്ളതാണ്. നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ബാധിക്കും. അത് ശരിക്കും പറഞ്ഞാൽ
പക്ഷെ നമ്മൾക്ക് തോന്നും, ഓ എന്നാലും അങ്ങനെയല്ലല്ലോ, എൻ്റെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് അങ്ങനെ സാധിക്കണില്ല എന്നൊന്നും പറയരുത്. എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണില്ലല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അങ്ങനെയല്ല, നമ്മളതിന് സമയം കണ്ടെത്തി ചെയ്യാമെന്നാണ്. ഇപ്പോൾ എനിക്കിഷ്ടം, എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് ഈ യൂട്യൂബ്. ഇപ്പോൾ വന്നതുകൊണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റണു. പൊതുവേ എനിക്കിങ്ങനെ സംസാരിക്കാനും സോഷ്യൽ മീഡിയ എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ അന്നത്തെ കാലത്തൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്നും സാധിച്ചില്ല. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊക്കെ സിനിമയാണ് നമ്മുടെ ഒരു ഭ്രാന്തെന്ന് വേണമെങ്കിൽ പറയാം, സിനിമാക്കാരുടെ അല്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ അതൊക്കെ നന്നായി കേട്ടോ, അത് ഞാൻ പറയാം. അന്നൊക്കെ അതിൽ പോയി ചാടാത്തത് നന്നായി. പക്ഷേ ഒത്തിരി അവസരങ്ങൾ വന്നാലും ചിലവർക്ക് പറയില്ല എനിക്ക് അവസരം കിട്ടിയില്ല അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നിരാശപ്പെട്ടിരിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമുക്കിതാ ഇതുപോലെ എന്തെല്ലാം പരിപാടികളുണ്ടല്ലേ. നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമുക്ക് കഴിവ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഇതിൽ തുടങ്ങാമല്ലോ അല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം തൃപ്തിയോടെ ആയിട്ടത് പറയണതും ചെയ്യണതും. ഇപ്പോൾ ഇതിൽ നിന്ന് ഇൻകം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു. പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിലുള്ള ആ ആഗ്രഹം, എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള ഒരു ആഗ്രഹം, അതെനിക്കിങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടില്ലേ, അത് മതി. 4 പേര് കാര്യം എല്ലാവരും അറിഞ്ഞില്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ളവരെങ്കിലും പറയുമല്ലോ, അതേ ഗീതയുടെ ഇത് കണ്ടു, ആ വീഡിയോ കണ്ടു, ഈ വീഡിയോ കണ്ടു എന്ന്. പിന്നെ ചിലവർക്ക് ഞാൻ പറയണത് ചിലപ്പോൾ മനസ്സിൽ ഒരു ഇത് വരുന്നുണ്ടാവും. അതിപ്പോൾ ഞാൻ ആരെയും എന്താ പറയുക മുഖം നോക്കി പറയണതോ അല്ലെങ്കിൽ ആരുടെയും ഇത് പറയണതല്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നണത് ഞാൻ ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലവർക്ക് അവരുടെ ജീവിതമായിട്ടൊരു ബന്ധം വന്നിട്ടുണ്ടാവാം, അതുകൊണ്ട് അവർക്ക് തോന്നണമായിരിക്കും. അല്ലാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയണതോ അല്ലെങ്കിൽ ആരെയും ഇങ്ങനെ പറയണതല്ല. ചിലതൊക്കെ എൻ്റെ അനുഭവങ്ങളുണ്ട് കേട്ടോ, അത് ഞാൻ കൂട്ടി ചേർക്കാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, വിവാഹം കഴിഞ്ഞതോടുകൂടി എൻ്റെ ആ ഇതെല്ലാം പോയി, എൻ്റെ പഴയ സ്വഭാവമേ പോയി. ഇപ്പോൾ വീട്ടുകാർക്ക് വേണ്ടി, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ആ ഒരു സ്വഭാവം ഞാൻ മാറ്റിയെടുത്തു എന്ന് വരെ പറയൂലേ. അതിലൊന്നും അർത്ഥമില്ലാടോ. നമ്മളുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. നമ്മളുടെ ഉള്ളിൽ കുറച്ച് ദിവസമൊക്കെ നമ്മളിങ്ങനെ കുറച്ചൊക്കെ അവരുടെ പറഞ്ഞ രീതിയിലൊക്കെ നിൽക്കും. പിന്നെ നമുക്കെന്ന് ഒരു സമയം വരും. ആ സമയത്ത് നമ്മുടെ കഴിവുകൾ നമുക്ക് പുറത്തെടുക്കാൻ ഒരു അവസരം ഈശ്വരനായിട്ട് കൊണ്ടുവരും. അത് ചിലപ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരികയായിരിക്കും. നമ്മുടെ മക്കളെ വളർത്തി അല്ലെങ്കിൽ വീട്ടിലെ കുറച്ച് പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്ന് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുകയായിരിക്കും. അതിലൊന്നും അർത്ഥമില്ല. പിന്നെ നമ്മൾ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതിൽ പരം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലേ. നമ്മുടെ കയ്യിലേക്ക് ഒരു കുടുംബത്തെ തരികയാണ്. അപ്പോൾ ആ കുടുംബത്തിനെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ ഒരു വിജയം, അതൊരു വല്ലാത്തൊരു ഇത് തന്നെയല്ലേ. കാരണം ചിലവരെങ്ങനെയാണെന്നറിയോ, നമുക്ക് അയ്യോ എനിക്ക് സാധിച്ചില്ലല്ലോ, അത് തന്നെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ ജീവിതം അത് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനിടയ്ക്ക് നമുക്ക് വേണ്ടി എന്നുള്ള ആ സമയം കണ്ടെത്തി നമ്മളുടെ എന്താണോ ഉള്ളിൽ ആഗ്രഹം അത് നമുക്ക് നേടിയെടുക്കാൻ ശ്രമിക്കണം. അത് പതുക്കെ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അങ്ങ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സബലീകരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് കുടുംബത്തിനും ഒരു ഇത് വരാൻ പാടില്ല, നമുക്കും ഒരു ദോഷം വരാത്ത രീതിയിൽ അങ്ങനെ വേണം നമ്മളൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ. പിന്നെ നമ്മൾ ഇപ്പം നമുക്ക് എവിടെയും പോയാലും അറിയാമല്ലോ, ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറമേ ആയിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും നമുക്ക് എന്തെങ്കിലും ഒരു പാര വയ്ക്കാൻ വേണ്ടി നോക്കിയിരിക്കും. എല്ലാത്തിനും എതിർത്ത് പറയാനും ഉണ്ടാവും. അതൊക്കെ നമ്മൾ കണ്ണടച്ച് അങ്ങ് വിട്ടേക്കുക. അവരവരുടെ വഴിക്ക് വിട്ടേക്കുക, നമ്മൾ നമ്മുടെ വഴിക്ക് നീങ്ങുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ നമ്മുടെ കുടുംബം അതായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കളയാനും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണത് കേട്ടിട്ട് മാറി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു അർത്ഥവുമില്ല. കാരണം എല്ലാ ബന്ധുക്കളും എല്ലാ കൂടപ്പിറപ്പുകളും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കൊന്നും വേണ്ട. അവനവൻ തന്നെ ഉള്ളൂ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടം എന്താണോ അതാണ് കേട്ടോ ഞാൻ പറയുന്നത്. സ്വയം പ്രയത്നിക്കാതെ അവർ പറഞ്ഞ കാരണം ഞാൻ ചെയ്തില്ല, ഇവർ പറഞ്ഞ കാരണം ചെയ്തില്ല, അത് ആ വക വർത്താനമൊന്നും ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ, ഞാൻ വീണ്ടും അത് തന്നെ പറയുന്നതാണ് കേട്ടോ, നമ്മുടെ ഉള്ളിൽ എന്താഗ്രഹമാണോ അത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ഒന്ന് തേച്ച് മിനുക്കി എടുക്കാൻ പറ്റും. അത് ഉറപ്പാണത്. അതിന് ഉദാഹരണം തന്നെയാണ് ഞാൻ തന്നെ. അപ്പോൾ ഇതിന്ന് ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് തോന്നി കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാം. അതുവരെ എല്ലാവർക്കും